ഹായ് ഹലോ നമസ്കാരം. വാണ്ടർക്കറി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു ബാർസിലോണ വ്ളോഗാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്ലോറീസ് എന്ന സ്ഥലത്താണ്. ഗ്ലോറീസ് എന്ന് പറയുന്നത് ബാർസിലോണയിൽ നിന്ന് ഒരു സെൻട്രലിൽ നിന്ന് ഒരു 15 മിനിറ്റ് മാറിയാണ്. അപ്പോൾ ഇത് ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണ് ഗ്ലോറീസ്. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ നൈറ്റ് ഒരു വാക്കിനാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ എൻ്റെ കൂടെ സൗമ്യയുണ്ട്. ഹായ് സൗമ്യ. എന്താണ് നമ്മുടെ പ്ലാൻ ഇന്നത്തെ? ഇന്ന് ഒരു നൈറ്റ് ലൈഫ് നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. ആക്ച്വലി നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു വീക്ക് ഡേ ആണ്, മൺഡേ ആണ്. അറിയാലോ, വീക്ക് ഡേ ഇപ്പോൾ ഒരു ഹാപ്പനിങ് സമയമല്ല. എന്നാലും നമുക്ക് നോക്കാം എന്താ ഇവിടെ ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം ലോക്കൽ ടൈം 9:43 സ്റ്റിൽ ഒരു നമ്മുടെ ഒരു ഈവനിങ് ടൈം പോലെയാണ് ഇരിക്കുന്നത്. ഇവിടെ ലേറ്റായിട്ടാണ് സൺസെറ്റ് വരുന്നത്. ഈ ബിൽഡിങ്സൊക്കെ കണ്ടത് നല്ല പഴക്കമുള്ള ബിൽഡിങ്സാണ്. ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഹോട്ടലായിരിക്കും. എനിക്ക് തോന്നുന്നു അപ്പാർട്ട്മെൻ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു. ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്, പിന്നെ റെസിഡൻഷ്യൽ ഏരിയാസ് അപ്പാർട്ട്മെൻറ്റൊക്കെയാണ് കൂടുതലും കാണുന്നത്. സ്റ്റിൽ ആൾക്കാർ ഇപ്പോഴും ഓണാണ്. അതെ, അവിടെ പാർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പാർക്കിനൊരു പ്രത്യേകതയുണ്ട്. ഡോഗ്സിന് വേണ്ടി. അതെ, വൈകിട്ട് എനിക്ക് തോന്നുന്ന ആൾക്കാർ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പെറ്റ് ഡോഗ്സിനെ കൊണ്ടാണ് വരുന്നത്. കുട്ടികളുണ്ട്. ഓക്കെ, ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സാണ്. കൊള്ളാമല്ലേ? അതിവിടെ ലോണ്ട്രി സർവീസൊക്കെ ഉണ്ട്. എനിക്കൊന്ന് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ഇതേപോലെ ലോണ്ട്രി സർവീസ് കാര്യങ്ങളുണ്ടായിരിക്കും. നമുക്ക് ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് നമുക്ക് അതിൻ്റെ പേ ചെയ്തിട്ട് ലോണ്ട്രി സർവീസ് ചെയ്യാം, തുണിയൊക്കെ അലക്കാം. ഇവിടെ മെയിനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മെട്രോ ഉണ്ട്, പിന്നെ നമ്മുടെ ട്രാമുണ്ട്, പിന്നെ ബസ്സുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു ഗ്ലോറീസ് എന്ന സ്ഥലത്തിൻ്റെ ഒരു സെൻട്രൽ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ടോറെ ഗ്ലോറി എന്ന് പറയുന്ന ഈ സ്ഥാനം. ടോറെ ഗ്ലോറീസ് അഥവാ മിറാഡോർ ടോറെ ഗ്ലോറീസ്. ഇത് സ്ഥിതി ചെയ്യുന്നത് തന്നെ ബാർസലോണയുടെ ഒരു നഗരഭാഗത്താണ്. 2005 ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതും ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. ഫ്രഞ്ച് ആർക്കിടെക്റ്റായ ജീൻ നോവലാണ് ഇത് രൂപകൽപ്പന ചെയ്തത്, ഡിസൈൻ ചെയ്തതൊക്കെ കേട്ടോ. ഇത് വെറും ഒരു ആർക്കിടെക്ചർ മാത്രമല്ല, ഇത് പറയപ്പെടുന്നത് തന്നെ പ്രകൃതിയിൽ നിന്ന് ഇൻസ്പയർഡായി നിർമ്മിച്ചു എന്നാണ്. കാരണം ഇത് നിർമ്മിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് കൊണ്ടൊന്നുമല്ല. ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്ലാസും സ്റ്റീലും അലുമിനിയം എന്നിവ മാത്രം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതൊരു ആർട്ടിൻ്റെയും എൻജിനീയറിങ്ങിൻ്റെ ഒരു വിസ്മയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 144 മീറ്റർ ഉയരമുള്ള ടോറെ ഗ്ലോറീസിന് 38 നിലകളാണ് ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ, അത് 4500 LED ഡിവൈസസ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു ട്രാം സ്റ്റോപ്പാണ്. ഗ്ലോറീസ് ഈ സ്ഥലത്തുള്ള ട്രാം സ്റ്റോപ്പാണ്. ഇതാണ് ഇവിടുത്തെ ട്രാം. നല്ല കളർഫുള്ളാണ്. കാരണം നമ്മൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ വരുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കണക്ടിവിറ്റിയാണ്. കാരണം നമുക്ക് എല്ലായിടത്തേക്കും പോകാൻ പറ്റുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സൗകര്യം ഇവർ ചെയ്യുന്നുണ്ട്. ആ ഒരു സംഭവത്തിന് നമുക്ക് യൂറോപ്പിനെ ടോപ്പ് നോച്ചായിട്ട് തന്നെ പറയാം. കാരണം ആൾക്കാരെ കുറിച്ചിട്ട്, കാരണം നമ്മൾ ഇവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സത്യം പറഞ്ഞാൽ നമുക്കത് എൻകറേജ് ചെയ്യണം. കാരണം അത് ആൾക്കാരപ്പോൾ യൂസും ചെയ്യും, നമുക്ക് ഒരുപാട് ട്രാഫിക് കുറയുകയും ചെയ്യും. നമ്മളിപ്പോൾ ചുമ്മാ വൈകിട്ടെന്ന് ഒരു വാക്കിന് വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ ഞങ്ങൾ സാഗ്രഡ ഫാമിലിയ കേട്ടിട്ടുണ്ടാവും. ബാർസലോണയിലെ ഭയങ്കര ഒരു മോസ്റ്റ് അട്രാക്ഷനാണ് സാഗ്രഡ ഫാമിലിയ. അതിന് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നാളെ ചെയ്യുന്നുണ്ട്. പകരം ഞങ്ങൾ പോകുന്നുണ്ട്.
സോ ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മെയിൻ ഉദ്ദേശം ഫുഡ് കഴിക്കുക, അതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ട്രെയിൻ കയറണം. സോ അതിന് നമ്മുടെ ലണ്ടനിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ബാങ്ക് കാർഡ് നമുക്ക് ആക്ച്വലി നമുക്ക് യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ടിക്കറ്റ് എടുക്കണം. സോ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം ടിക്കറ്റ്. സോ എന്തൊക്കെയാണുള്ളത് സൗമ്യ? അതെ, ഇവിടെ നമുക്ക് കാണാം ഒരു 48 hour പാസ്. എനിക്ക് അൺലിമിറ്റഡ് ട്രാവൽ ചെയ്യാൻ തോന്നുന്നു. ബസ്സും ട്രാമും എല്ലാം ഉണ്ട്. സോ ഹോല ബാർസലോണ എന്ന് പറഞ്ഞിട്ട് ട്രാവൽ കാർഡാണ് പറയുന്നത്. പിന്നെ സിംഗിൾ ടിക്കറ്റ് യൂസ് ചെയ്യാനും പറ്റും. ഇതിൽ ഞങ്ങൾ ബാർസലോണയിൽ നാളെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ലോർഡേമാറിലേക്ക് പോകുന്നുണ്ട്. സോ 48 hours ഞങ്ങൾക്ക് എടുത്തിട്ട് നമുക്ക് ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സിംഗിൾ ടിക്കറ്റ് എടുക്കാം. സിംഗിൾ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് 265 euro ആണ്. സോ ഒരു അറൗണ്ട് ഒരു 230 pound അല്ലേ? ഒരു പൗണ്ട് നാട്ടിലെ ഒരു 230 രൂപ സിംഗിൾ ടിക്കറ്റാണ്. നമുക്ക് ഒരു തവണ മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ കൺഫേം കൊടുക്കാം. സോ ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു ബാങ്ക് കാർഡ് ഇൻസേർട്ട് ചെയ്യണം. ബാങ്ക് കാർഡ് യൂസ് ചെയ്ത് നോക്കാം. കാർഡ് ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. സോ പിന്നെ എൻ്റർ ചെയ്യാനാണ് കാണിക്കുന്നത്. അപ്രൂവ്. സോ ടിക്കറ്റ് ഇവിടെ വരുമായിരിക്കും, നോക്കാം. ഓക്കെ, അത് കാണിച്ചേ, ടിക്കറ്റ് കാണിച്ചേ. സോ ഇതാണ് നമ്മുടെ സിംഗിൾ ടിക്കറ്റ്. അതെ അതെ, ഇങ്ങനെയാണ്. ആക്ച്വലി നിങ്ങൾ ബാർസലോണയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ദിവസം നിൽക്കുന്ന 48 hours ടിക്കറ്റൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾക്ക് നാളെ ഒരു ദിവസം മാത്രമേ ഞങ്ങൾ ബാർസലോണയിലുള്ളൂ. സോ ഞങ്ങൾക്ക് 48 hours ടിക്കറ്റ് എടുത്തിട്ട് കാര്യമില്ല. സോ ഇത് എങ്ങനെയാണ് നമുക്ക് എൻട്രി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരോ കണ്ടോ? സോ അത് ഇവിടെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. സോ ഇതിവിടെ വരും. വന്ന് ഓപ്പണായി. സിമ്പിൾ. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ വെതർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സണ്ണിയാണ്. ടെമ്പറേച്ചർ അതെ 24 ഡിഗ്രി ഉണ്ട്. അത്യാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ പോലെ ടെമ്പറേച്ചറാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. എനിക്കൊന്ന് എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. എല്ലാവരും ഇങ്ങനെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മുടെ അടുത്ത് ട്രെയിൻ വരാൻ അതെ ഫസ്റ്റ് ട്രെയിൻ ടൈമിങ് ഇതാ കേട്ടോ. 1 minute 50 seconds. രണ്ടാമത്തെ ട്രെയിൻ 5 minutes. സോ ഇവിടെ ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ട്രെയിൻ വരാറായി ഗൈസ്. ട്രെയിൻ വന്നിരിക്കുന്നു. ശരിക്കും ഈ ടൈമിങ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എടുക്കും. അതാണ് അത്യാവശ്യം നല്ല തിരക്കുമുണ്ട് ട്രെയിന്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഗൈസ്. ചെല്ലുമ്പം ബാക്കിൽ അതെ, നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളൊരു ഈ മെട്രോ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ ഒരു എസ്കലേറ്റർ കയറിപ്പോൾ ബാക്കിൽ സാഗ്രഡ ഫാമിലി അതിൻ്റെ ഒരു ആർക്കിടെക്ചർ നമുക്ക് ബാക്കിൽ കാണാൻ പറ്റും. സോ എനിക്ക് തോന്നുന്നു അത് ഈ എക്സിറ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നാളെ ചെയ്യാം അല്ലേ. ഇതാണ് എക്സിറ്റ് ചെയ്യാൻ നമുക്ക് ആക്ച്വലി ടിക്കറ്റ് ഒന്നും വേണ്ട എനിക്ക് തോന്നുന്നു. ഇവിടെ അതെ, നമ്മൾ ചുമ്മാ ഇങ്ങനെ നടന്നു വന്നാൽ മതി. ഇത് ഓപ്പൺ ആവും. അതെ, സോ സിമ്പിൾ.
സോ ഇതൊക്കെ ടിക്കറ്റ് മെഷീൻസാണ്. നമുക്ക് ഇവിടെ വന്നിട്ട് ഓരോ സ്റ്റേഷൻ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്കൊന്ന് ഓൺലൈനിലും എടുക്കാൻ തോന്നുന്നു. ഇവിടുത്തെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ നമുക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും, ട്രാവൽ കാർഡ്സ്. സോ അത് നമുക്ക് അവിടെ ഒരു റീഡറുണ്ട്, ആ ഫോണിലുള്ള QR കോഡ് അവിടെ കാണിച്ചാൽ മതി. സോ ഗേറ്റ് ഓപ്പൺ ആവും. സോ ഇതായിരിക്കും എക്സിറ്റ്. അല്ല ഗൈസ്, സോ ഇതല്ല എക്സിറ്റ്. കുഴപ്പമില്ല, നമുക്ക് നാളെ പിടിക്കാം. സോ ആക്ച്വലി ഇതേപോലെ ഒരു എസ്കലേറ്റർ കയറി ഒരു ബാക്കിൽ സാഗ്രഡ ഫാമിലി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതെവിടെയാണെന്ന് ഒരു പിടിയുമില്ല ഗൈസ്. ഒരു അബദ്ധം പറ്റി ഗൈസ്, സ്റ്റേഷൻ മാറിപ്പോയി. സോ ഞങ്ങൾ വീണ്ടും ടിക്കറ്റ് എടുത്ത്, അത് രണ്ടിൻ്റെയും മാപ്പ് നോക്കിയത് സൗമ്യയാണ്. സോ രണ്ടിൻ്റെയും സ്റ്റേഷൻ്റെ പേര് ഏതാണ്ട് സിമിലർ ആയിരുന്നു. സോ സ്റ്റേഷൻ മാറിയപ്പോൾ ഞങ്ങളത് വീണ്ടും സ്റ്റേഷനിലോട്ട് വന്നു. സോ L5 ഈ ട്രെയിൻ കയറണം. അപ്പോൾ അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സോ അങ്ങനെ സഗ്രഡ ഫാമിലി എത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ്. സോ അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയ സ്റ്റേഷൻ സാഗ്രഡ എന്ന് പറഞ്ഞിട്ട് പേര് ചെയ്തൊരു സ്റ്റേഷനായിരുന്നു. അതെന്തായിരുന്നു ആക്ച്വലി? അതെ, സാഗ്രഡ ഫാമിലിക്ക് പോലെ ഞങ്ങൾ പോയത് ലാസ്റ്റ് സാഗ്രഡ ഇവിടെയാണ്. സോ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് സ്റ്റേഷൻ. ഇവിടെ എസ്കലേറ്ററിന് പകരം സ്റ്റെപ്സ് ആണല്ലോ ഗൈസ്. സോ യെസ്, സോ നമ്മുടെ സാഗ്രഡ ഫാമിലി അതാ. എൻ്റെ അമ്മ, ഇത് എന്ത് വലുപ്പതിന്. സോ ഇത് ഞങ്ങൾ ജസ്റ്റ് പ്ലാനൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നാളെ മോർണിംഗ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കയറാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് രാവിലെ നോക്കാം ഇത് എങ്ങനെയൊക്കെയാണ് അകത്ത് കയറുന്നത് എന്നുള്ളത്. എനിക്കൊന്ന് പ്രീ ബുക്ക് ചെയ്യണം എന്ന് തോന്നുന്നു. എനിക്കറിയാം ഇതിങ്ങനെ ക്യാമറയിൽ എത്ര വിസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത്രത്തോളം വലുതാണിത്. സോ ഇപ്പോഴും സ്റ്റിൽ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ഒരു മെയിൻ ഐക്കോണിക് സ്ഥലമാണിത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ നൈറ്റ്, ഇപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു. സോ അതാണ് ഇപ്പോൾ ക്വയറ്റായിട്ട് കിടക്കുന്നത്. അങ്ങനെ ഒരുപാട് സെക്യൂരിറ്റി ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ അകത്ത് നിൽക്കുന്നുണ്ട്. നാളെ ഇതിൻ്റെ ശരിക്കും ആ എക്സിറ്റ് എസ്കലേറ്റർ എവിടെയാണെന്ന് നാളെ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. മാത്രമല്ല സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം, കാരണം ഉണ്ടോ ആ ക്രെയിനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിൽ ഇപ്പോഴും അതിൻ്റെ ഒരു മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന റിസപ്ഷനിസ്റ്റ് പുള്ളിക്കാരനാണ് പറഞ്ഞത് ഇവിടെ അത്യാവശ്യം ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളും ഉണ്ടെന്നാണ്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം അത് തന്നെയായിരുന്നു, ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. സോ എന്തായാലും ഫുഡ് തപ്പണം. സോ ഇതിൻ്റെ സാഗ്രഡ ഫാമിലിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നാളെ എന്തായാലും ഉണ്ടാവും. അതെ, എന്തായാലും ഞങ്ങൾക്ക് സ്ഥലം ഒന്ന് കണ്ടുപിടിക്കുന്നത് എവിടെയാണെന്നുള്ളത്. അപ്പോൾ നാളെ എന്തായാലും ഞങ്ങൾ പകലെ കുറച്ച് വെളിച്ചമുള്ള സമയത്ത് ഞങ്ങൾ എന്തായാലും ഇവിടെ വരുന്നതായിരിക്കും. പിന്നെ നമുക്കൊരു ഫുഡ് മാർക്കറ്റ് ഞാൻ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അവിടെയും പോകണം. ഫുഡ് മാർക്കറ്റ്, അതെ, ഒരു സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റാണ്. അവിടെ കുറേ ക്യുസീൻസ് ഉണ്ടെന്ന് കേട്ടു, കൂടുതലും സീ ഫുഡും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമുക്ക് അതും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പോയി നാളത്തേക്കുള്ള പ്ലാനും റെഡിയാക്കി. അതെ, നമുക്ക് നാളെ നല്ല സ്കിഡിലും വീഡിയോ എടുക്കാം. അതെ. സോ എന്തായാലും വാണ്ടർക്കാർ എന്ന ചാനലിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അതിൻ്റേതായ പരിമിതികൾ എന്തായാലും ഉണ്ട്. സോ ആദ്യമായിട്ടാണ് ഒരു ക്യാമറയൊക്കെ പിടിച്ചിട്ട് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ എന്തായാലും ഞങ്ങളിത് ഞങ്ങളുടെ ടീം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും വീഡിയോസ്. സോ എന്തായാലും ഞങ്ങൾ ഫുഡ് എന്തായാലും കഴിക്കട്ടെ. സോ ഇതിൻ്റെ ബാക്കി വീഡിയോ എന്തായാലും നാളെ ഉണ്ടായിരിക്കും.
സോ പിന്നെ സ്പെയിൻ മാത്രമല്ല, ഞങ്ങൾ ഇനിയും ഇതുപോലെ ഒത്തിരി കൺട്രീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. സോ അത് ആക്ച്വലി ഞങ്ങൾ വ്ളോഗിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുന്നതല്ല, ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരാണ് ഈ വണ്ടർക്കറി എന്ന ടീം ഈ യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ റാൻഡമായി പോകുന്ന ചില സ്ഥലങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടർക്കറി എന്ന യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസ് മാത്രമല്ല, പിന്നെ ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട് വണ്ടർക്കറി എന്നുള്ളത്. സോ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ട്രാവൽ ഐറ്റിനറിയും കാര്യങ്ങളും പിന്നെ ഇൻഫോർമേഷനും കാര്യങ്ങളും ഗൈഡൻസ് സ്പോട്ടും പ്രത്യേകിച്ച് യൂറോപ്പ് മാത്രമല്ല ഇന്ത്യയിലെ. സോ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ചെറിയൊരു അക്കൗണ്ടാണ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര വലുതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് വീഡിയോ നാളെ ഉണ്ടായിരിക്കുന്നത് അല്ലേ? കാരണം ഞങ്ങൾ ഇന്ന് ഇച്ചിരി ടയേർഡാണ്. കാരണം ഞങ്ങൾ രാവിലെ ലണ്ടനിൽ നിന്ന് വന്നതാണ്, ലോങ് ഒരു ഫ്ലൈറ്റൊക്കെ എടുത്ത് ട്രെയിനൊക്കെ കയറി വന്നതാണ്. സോ കുറച്ച് ടയേർഡാണ്. അതെ, ഞങ്ങൾ ഹോട്ടൽ എത്തിയപ്പോൾ തന്നെ 7 മണി കഴിഞ്ഞു. സോ ജസ്റ്റ് ഫുഡൊക്കെ കഴിക്കാനായിട്ടൊന്ന് പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ എന്തായാലും നാളെ കുറച്ചുകൂടെ എനർജി ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരെ ഗുഡ് ബൈ.